ഈ ചർച്ചയിൽ എന്റെ വർത്താനം കേട്ടിട്ട് ആർക്കാ ബുദ്ധിമുട്ടുണ്ടായെന്ന് നിങ്ങളുടെ പാർട്ടി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ല ആശുപത്രിയിലും പോകുന്നേ. താങ്കൾ പറഞ്ഞല്ലോ നേത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ തിരുത്തും. അങ്ങനെ ഒരു ആർജവം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാ ആ 35 പിടിച്ചുകൊണ്ട് ഇപ്പൊ മുണ്ടും മടക്കി കുത്തി ചളിക്കുണ്ടിൽ ഇറങ്ങി ഇറക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? അത് കയ്യിൽ വെച്ചാൽ മതി ആ വർത്താനം. ഞാനേ ഒരു ഇലക്ഷനും മതിലെഴുത്ത് നടത്തിയിട്ട് യൂട്ടൺ അടിച്ച് വീട്ടിൽ പോയിട്ടില്ല. അത് തൃക്കാക്കരയിൽ ചരിത്രമുണ്ട്. എന്റെ യൂട്ടന്റെ കഥ ഒരുപാട് പറയിപ്പിക്കരുത്. എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. Z+ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ അത്തരത്തിലുള്ള യാത്രകളുടെ വിവരങ്ങൾ അങ്ങനെ പുറത്തു പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അന്ന് സർക്കാർ നൽകിയ മറുപടി. അപ്പൊ അത് ഇവിടെയും ആപ്ലിക്കബിൾ അല്ലേ? ഇല്ല. മുഖ്യമന്ത്രിയുടെ യാത്ര, അതിന്റെ ഉദ്ദേശം, എവിടെ പോകുന്നു എന്നത് പുറത്തു പറയാൻ പറ്റില്ല. അതൊരു രഹസ്യരേഖയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മറുപടി ഉണ്ട്. അത് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അങ്ങനെ ഒരു മറുപടി ഉണ്ട്. അങ്ങനെ ഒരു മറുപടി ഉണ്ട്. താങ്കൾക്ക് പ്ലേസ് ചെയ്യാലോ. വിവരാവകാശ രേഖ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ട് അതിന് മറുപടി കിട്ടും. കിട്ടിയില്ലെങ്കിൽ അതിന് അപ്പീൽ കൊടുക്കും. ഒരു കാര്യം, കൂടിക്കാഴ്ച നടക്കുകയോ ഇൻവെസ്റ്റേഴ്സിനെ കാണുകയോ ചെയ്താൽ അതിന്റെ 1% തെളിവ് അദ്ദേഹത്തോട് പുറത്തുവിടാൻ പറ. ഇതെല്ലാം പ്രതിപക്ഷം കൊണ്ടുവരാ എന്ന് പറയാതെ ഞാനും അരുൺകുമാറും ഒരുപാട് കാലം പല ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് ഇരിക്കണം, സതീശൻ നുണേശനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അരുൺകുമാർ, നിങ്ങൾ നുണേശൻ എന്ന് പറഞ്ഞ സതീശൻ 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. നിങ്ങൾ സത്യസന്ധൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 35 സീറ്റോടുകൂടി പ്രതിപക്ഷ നേതാവായി. ഞങ്ങളുടെ സുതാര്യതയെ നിങ്ങൾ സംശയിക്കുമ്പോൾ മറിച്ച് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും വ്യക്തിഹത്യയും അല്ലാതെ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഏറ്റവും വലിയ നുണ പറഞ്ഞത് അരുൺകുമാറാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങിയത് എക്സലും പവർ ബിൽഡറും അതുപോലെ ടാലിയും MS ഓഫീസൊക്കെ സർവീസ് ചെയ്തുകൊണ്ടാണ് 1.25 കോടി രൂപ, പിന്നീട് അത് 2.25 കോടി രൂപയാണെന്ന് തെളിഞ്ഞു. ഈ 2.25 കോടി രൂപ വീണ തൈക്കണ്ടിൽ എക്സാലോജിക് സൊല്യൂഷൻസ് വഴി വാങ്ങിയത് എക്സലും പവർ ബിൽഡറും അതുപോലെ ടാലിയും MS ഓഫീസും മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞത് ഒടക്കത്ത നുണയല്ലേ? അതൊന്ന് തിരുത്താൻ അരുൺകുമാറെ. എന്നിട്ട് മുഖ്യമന്ത്രി VD സതീശനെ തിരുത്താൻ പോകും. അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. വീണ ജോർജിന്റെ കഴുത്തുളുക്കിയില്ലേ മുദ്രാവാക്യം കേട്ടിട്ട്? കൈ തിരിഞ്ഞു പോയില്ലേ കരിങ്കൊടി കണ്ടിട്ട്? അത് ഒടക്കത്ത വലിയ നുണയായിരുന്നില്ലേ? കുറെ കുട്ടികളെ പിടിച്ച് ജയിലിലിട്ടില്ലേ? അത് നുണയായിരുന്നു എന്ന് ഏറ്റു പറയാമോ? ജനങ്ങൾ മൊത്തം തിരിച്ചറിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും സമ്മതിക്കാൻ പറ്റുമോ? അരുൺകുമാറോട് ഒരു ചോദ്യം. പോലീസിന്റെ രജിസ്റ്റർ, ഇന്റലിജൻസ് റിപ്പോർട്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ അരുൺകുമാർ എങ്ങനെ കണ്ടത്? അരുൺകുമാറാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ DGP. ആ കാലം കഴിഞ്ഞില്ലേ? നിങ്ങൾ എങ്ങനെയാ കണ്ടത്? എന്താണ് അതിന്റെ ആധികാരിക രേഖ? നിങ്ങൾക്ക് പോലീസ് അത് പുറത്തു വിട്ടിട്ടുണ്ടോ? നിങ്ങൾ അത് വിവരാവകാശ രേഖ പ്രകാരം എടുത്തിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ അന്നത്തെ യാത്രയുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട്, പോലീസ് രജിസ്റ്റർ ഒക്കെ താങ്കളുടെ കൈവശമുണ്ടോ? 2 ദിവസം മുമ്പ് അദ്ദേഹം മലപ്പുറത്ത് ഒരു പരിപാടിക്ക് പോയപ്പോ അടുത്ത വീട്ടില് സുഹൃത്തിന്റെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിൽ പോയതിന്റെ ഇവര് മന്തിയിലെ കോഴിക്കാൽ അന്വേഷിക്കാൻ നടക്കുകയായിരുന്നു. ഇപ്പൊ അത് വിട്ടു. ഈ സമയത്തും കൂടി പറയണമല്ലോ. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സർക്കാർ, കേരളത്തിലെ UDFന്റെ സർക്കാർ, നമ്മുടെ സർക്കാർ, VD സതീശൻ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ഇവർ തയ്യാറുണ്ടോ? ഇല്ലല്ലോ. വണ്ടി എടുക്കട്ടെ മോളെ. പൂവിൽ നിന്ന് വണ്ട് തേൻ കുടിക്കുന്നത് പോലെ കടമെടുക്കാതെ ഖജനാവ് നിറയ്ക്കാൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് വെറും 80 ദിവസം കൊണ്ട് 18,400 കോടി രൂപയാണ് മിസ്റ്റർ അനൂപ് ഈ കേരളത്തിൽ കടമെടുത്തിരിക്കുന്നത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. അടുത്തതായി 3000 കോടി രൂപ കടമെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയ നിരീക്ഷകന്റെ കണ്ണ് ഇതിലേക്കൊന്നും പോകില്ല. നേരത്തെ പറഞ്ഞതിൽ നിന്നുള്ള യൂട്ടേൺ ഒന്നും അദ്ദേഹം കാണുക പോലുമില്ല. എന്താണ് നിന്റെ പ്രശ്നം? അതേപോലെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം അനുഭവങ്ങൾ ഉള്ളപ്പോ ഇത് തെറ്റാണ്, കളവാണ്, ഇത് നുണയാണെന്ന് പറഞ്ഞാൽ വസ്തുതകൾ വെച്ച് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാം. അതുകൊണ്ട് എല്ലാം അങ്ങ് CPMന്റെ തലയിലേക്ക് വെക്കേണ്ട. CPMന്റെ നേതാക്കന്മാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം ഇങ്ങനെയായിരുന്നു. ആ താരതമ്യം കുറെ ഞങ്ങൾ കണ്ടു. തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തോറ്റു, ശരിയാണ്. ഞങ്ങൾക്ക് 35 സീറ്റേ ഉള്ളൂ. കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് അവിടെ 35, ഇവിടെ 102. അതുകൊണ്ട് ഒന്നും മിണ്ടണ്ട. അതങ്ങ് KPCC ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ മതി. അയ്യോ നിർത്തല നിന്റെ വളിച്ച തമാശ.
കഴിഞ്ഞ വർഷം 1ാം സ്ഥാനം കൂടുതൽ കരുത്തോടെ നമ്മൾ നിലനിർത്തി. ഇങ്ങനെ പുളു അടിക്കണവർക്ക് പലതും പറയാം. വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്ന കാര്യത്തിൽ 1ാം സ്ഥാനത്തേക്ക് കേരളം മാറിയത് കൊടി പിടിച്ചിട്ടൊന്നുമല്ല. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്. അതുകൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ എല്ലാം അങ്ങ് CPM-നെ ആക്രമിക്കാം, ഇടതുപക്ഷത്തെ ആക്രമിക്കാം എന്ന്. ഇവിടെ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളത്തെ പിണറായി വിജയൻ 10 വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ പരദീസയായിട്ട് കരുത്തുകൂട്ടി വളർത്തിയത് കൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളുടെ എക്സാലോജിക് കമ്പനി പോലും പൂട്ടിപ്പോയി. പി രാജീവ് 3 ലക്ഷത്തി ചില്ലാനും സംരംഭങ്ങൾ തുടങ്ങിയതിന്റെ ലിസ്റ്റ് പറഞ്ഞു. അത് ഏത് വെബ്സൈറ്റിലുള്ളതെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് ഇതുവരെ ആർക്കും കണ്ടെത്താൻ പറ്റിയില്ല. ഒടക്കത്തെ നുണയായിരുന്നില്ലേ? ദാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറം അവിടെ കണ്ടു പോയിട്ട് 1,80,00,000 രൂപയുടെ 1,80,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്ന് പറഞ്ഞു. എവിടെ അരുൺകുമാറെ വന്നേ? അതുപോലെ ഗ്ലോബൽ സമ്മിറ്റിൽ പോയിട്ട് 2 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പോയി വണ്ടിക്കൂലി കളഞ്ഞല്ലാതെ വല്ലതും നടന്നോ? ഇത് അങ്ങനെയല്ലല്ലോ. വെറുതെ കിടന്ന ഹെലികോപ്റ്ററിൽ പോയി ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിച്ചല്ലേ ഉള്ളൂ. 1 രൂപ ചെലവ് വന്നില്ല. പിന്നല്ലാതെ ഇനി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടി ഒരു ഷിജു എംബറീസിന് അമേരിക്കയിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത ഒരു കോട്ടുമായിട്ട് കൊണ്ടുവന്നു. കോടിക്കണക്കിന് 5,000-10,000 കോടി എന്നൊക്കെ പറഞ്ഞ് അയാൾ കുണ്ടറയിൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ചപ്പോ 2021 അയാളുടെ 5,000 രൂപ തികച്ച് 10,000 രൂപയും കണ്ട് തികച്ചുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ തട്ടിപ്പ് പരിപാടി പോലെയല്ല. ഇനി നിങ്ങൾക്ക് സുതാര്യതയാണല്ലോ വേണ്ട അരുൺകുമാറെ? ഒരു സുതാര്യത അങ്ങോട്ട് തരാം. ഈ വീണ തൈക്കണ്ടിലിന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ മെന്റർ ആരായിരുന്നു അറിയോ? അത് ഉത്തരം പറ. അത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി കളങ്കിതരായിട്ട് ഉള്ള ആളുകളുടെ ലിസ്റ്റിൽപ്പെടുത്തി ഇവരുമായിട്ടുള്ള കച്ചവടം ഒഴിവാക്കണം എന്ന് പറഞ്ഞ ജയ്ക്ക് ബാലകുമാർ. സുതാര്യത ഒന്ന് അന്വേഷിച്ചു നോക്കാം അരുൺകുമാറെ. എന്നിട്ട് വന്നിട്ട് എനിക്ക് ക്ലാസ് എടുക്ക്. ഇപ്പോഴെങ്കിലും മിണ്ടാതിരിക്കണം. ആ പൊതിച്ചോറ് കൊടുക്കുന്ന നല്ല പ്രവർത്തനമാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, 2 മണിയായിട്ടും സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും മറ്റെല്ലാ പാർട്ടികളും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ DYFI എവിടെയായിരുന്നു അരുൺകുമാറെ? നിങ്ങൾക്ക് പോയി കൊടുക്കാൻ പറ്റില്ലേ? പ്രഭാതഭക്ഷണം കള്ളം പറയരുത്. ആ പണി നിർത്തിക്കോണം. കൊല്ലാതിരിക്കാൻ പറ്റുമോ? 24 കിലോമീറ്റർ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് 750 കോടി രൂപയ്ക്ക് വെള്ളം കയറാത്ത റോഡ് ഉണ്ടാക്കിയിട്ട് 100ഓളം സ്കൂട്ടർ കേടായി. വെള്ളം കയറുന്നേ ഇല്ല. എവിടെയാണെന്ന് നോക്കിയാൽ കിട്ടും സുതാര്യത എവിടെയാണെന്ന്. സുതാര്യത ഒഴുകുമല്ലേ ചൂരൽമല മുണ്ടക്കയില്. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. അരുൺകുമാറെ, ബുദ്ധിമുട്ട് ചർച്ചയിൽ എന്റെ വർത്താനം കേട്ടിട്ട് ആർക്കാ ബുദ്ധിമുട്ടുണ്ടായെന്ന് നിങ്ങളുടെ പാർട്ടി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ല ആശുപത്രിയിലും പോകുന്നേ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞ് ഇടപെട്ടില്ലല്ലോ. ഒരു മര്യാദ കാണിക്കുന്നേ. എനിക്ക് താങ്കൾ പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. മറുപടി ഉള്ളത് പക്ഷെ ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് താങ്കൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഞാൻ പറയട്ടെ അരുൺകുമാർ, ഒരു മര്യാദ. എത്ര കാലമായി നമ്മളിങ്ങനെ ഇരിക്കുന്നു? ഒരു മര്യാദ. തോറ്റില്ലേ? ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്ക്. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അളിയ എന്ത് ചെയ്യാൻ അളിയ ഒക്കെ എണ്ണം കെട്ട സ്വഭാവമായി പോയി. നിങ്ങൾ ഞങ്ങൾ എത്ര വട്ടം നമ്മൾ സംസാരിച്ച നാട്ടുകാർ തീരുമാനിച്ചല്ലേ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല നേരത്തെ സംസാരിച്ചപ്പോ. ഇപ്പൊ ഇടപെട്ടപ്പോ അതാണ്. അതുകൊണ്ട് തന്നെ ആങ്കർ ഇടപെടില്ല. എനിക്കറിയാം. കാര്യം പറയുമ്പോ കോണാമ്പൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. അരുൺകുമാറെ, ആങ്കർ ഇടപെടാത്ത വ്യായാമം കൊടുക്കുക. താങ്കളുടെ സുതാര്യത ഒഴുകുന്നുണ്ടെങ്കിൽ വല്ല ചിറകെട്ടി നിർത്തുന്നേ. ഞാൻ അതിന് ഉത്തരവാദിത്വം പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയം പോലീസിന്റെ റിപ്പോർട്ട് താങ്കൾക്ക് എങ്ങനെ കിട്ടി? താങ്കൾ മറുപടി പറഞ്ഞോ? ഇന്റലിജൻസ് റിപ്പോർട്ട് താങ്കൾക്ക് എങ്ങനെ കിട്ടി? താങ്കൾ മറുപടി പറഞ്ഞോ? താങ്കൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. PM ശ്രീയിൽ സ്വന്തം ക്യാബിനറ്റിനെ അറിയിക്കാതെ, ആ CPIയുടെ മന്ത്രിമാരെ അറിയിക്കാതെ ഒളിച്ചു പോയി ഒപ്പിട്ടപ്പോ താങ്കളുടെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അന്ന് എവിടെ പോയിരിക്കുകയായിരുന്നു? നാണമുണ്ടോ പറയാൻ? PM ശ്രീ എന്ന് പറഞ്ഞ് വാക്കുരിയാടാൻ CPIയുടെ പ്രതിനിധിക്ക് നാണമുണ്ടോ? എണീറ്റ് വരണ്ടേയിരുന്നു. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ തിരുത്തും. അങ്ങനെ ഒരു ആർജവം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാ ആ 35 പിടിച്ചുകൊണ്ട് ഇപ്പൊ മുണ്ടും മടക്കി കുത്തി ചളിക്കുണ്ടിൽ ഇറങ്ങി ഇറക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? അത് കയ്യിൽ വെച്ചാൽ മതി ആ വർത്താനം. ഇനി യൂട്ടേണിനെ കുറിച്ച് പറഞ്ഞാൽ, ഞാനേ ഒരു ഇലക്ഷനും മതിലെഴുത്ത് നടത്തിയിട്ട് യൂട്ടേൺ അടിച്ച് വീട്ടിൽ പോയിട്ടില്ല. അത് തൃക്കാക്കരയിൽ ചരിത്രമുണ്ട്. എന്റെ യൂട്ടേണിന്റെ കഥ ഒരുപാട് പറയിപ്പിക്കരുത്. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല.